ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഫ്രൂട്ട് സലാഡില്ല, അത് നമുക്കെങ്ങനെ ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റിൽ നമുക്കെങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു ലിറ്റർ പാലിൻ്റെ കണക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം 1 ലിറ്റർ പാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് പാലൊന്നും മാറ്റി വെക്കുന്നുണ്ട് കസ്റ്റേർഡിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. അപ്പോൾ 4 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡർ, അതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരു ലിറ്ററിൻ്റെ പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ പാൽ. അപ്പം ആ സമയത്ത് നമുക്ക് ഈ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ അതവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പം നമുക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു കസ്റ്റേർഡിൻ്റെ ആ ഒരു ടേസ്റ്റിനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും കേട്ടോ, ഈ ഒരു പൊടിയും കൂടെ ചേർക്കുന്ന സമയത്ത്. അപ്പം ഇനി കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പൗഡറും കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ല കസ്റ്റേർഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഐസ്ക്രീം കഴിക്കുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാവും ഈ ഒരു കസ്റ്റേർഡ് കഴിക്കുന്ന സമയത്ത്. അപ്പം ഞാൻ ആവശ്യത്തിന് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം 3 ടേബിൾ സ്പൂണിന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനൊരു മീഡിയം സൈസിലുള്ള മധുരമാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ചൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ആകുമ്പോൾ നമ്മൾ ഈ കസ്റ്റേർഡിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് അതാണ് കേട്ടോ. ഇത് നമ്മൾ ഡ്രീം വിപ്പിൻ്റെ പാക്കറ്റില്ലേ, അതാണ് കേട്ടോ ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. നമ്മൾ എല്ലായിടത്തും ഉണ്ടല്ലോ ഈ ഒരു പാക്കറ്റ് വരുന്നത്. അപ്പം അതിൽ ഞാൻ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലിന്. അപ്പം ഈ ഒരു പൗഡർ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കസ്റ്റേർഡ് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ആ ഒരു ഐസ്ക്രീം കഴിക്കുന്ന ആ ഒരു ഫീലും ഉണ്ടാവുക ഈ ഒരു കസ്റ്റേർഡ് കഴിക്കുന്ന സമയത്തും. എല്ലാവരും ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ കസ്റ്റേർഡിൻ്റെ മിക്സിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് തന്നെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡ്രീം വിപ്പിൻ്റെ പൗഡർ. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് വാനില എസൻസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ആ ഒരു ഫ്ലേവർ വേണ്ട, അതിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പാലൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ കസ്റ്റേർഡിൻ്റെ മിക്സില്ലേ, അതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ ഇളക്കാണ്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ കസ്റ്റേർഡ് ചേർത്ത സമയത്ത് നമുക്ക് അടിയിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ വിടാണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കസ്റ്റേർഡ് ആകുമ്പോൾ വേഗം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ അടിയിൽ പിടിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ശ്രദ്ധിക്കാൻ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചെടുക്കണേ. അപ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ കസ്റ്റേർഡ് നല്ല തിക്കായി വരുവേ. അപ്പം ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാട്ടോ. എന്നിട്ട് ഞാൻ തണുത്തതിന് ശേഷം കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. തണുക്കണ്ടേ, നമുക്കൊന്ന് തണുത്ത് വേണമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുക. അപ്പോൾ തണുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. അപ്പം ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഫ്രൂട്ട്സാണ് നിങ്ങൾക്ക് ആവശ്യം, അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്തേ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മുന്തിരി, പിന്നെ അതുപോലെ തന്നെ പഴം, പിന്നെ കുറച്ചൊരു ഡേറ്റ്സില്ലേ, ഈത്തപ്പഴം എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ അതിലേക്ക് ഞാൻ അനാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അനാറ് ഒന്ന് കഴുകിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനാറിൻ്റെ ആ ഒരു റെഡ് കളറൊക്കെ നമ്മൾ ഫ്രൂട്ട് സലാഡ് ആയിട്ട് ആ ഒരു ഫ്രൂട്ട് സലാഡിന് വേറൊരു കളറായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ കിവിയില്ലേ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ബ്ലൂബെറി, അതുപോലെ തന്നെ കുറച്ച് സ്ട്രോബെറിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കറുത്ത മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എന്തോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഫ്രൂട്ട്സ് നമുക്ക് എന്തായാലും താല്പര്യമുള്ളതൊക്കെ, നാട്ടിലൊക്കെ ആണെങ്കിൽ അനാറ് മറ്റേ പൈനാപ്പിൾ ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ പൈനാപ്പിളിന് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടലില്ല, ഞാൻ അതുകൊണ്ട് വാങ്ങിക്കലുമില്ല.
അപ്പം എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കസ്റ്റർഡിൻ്റെ ആ ഒരു മിക്സില്ല അത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ കസ്റ്റർഡൊക്കെ തണുത്തിട്ട് നല്ലോണം ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവുക. അപ്പം ഈ ഒരു കസ്റ്റർഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ പൗഡർ ഡ്രീം വിപ്പിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നമ്മൾ ഈ കസ്റ്റർഡിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ റമദാൻ മാസത്തിൽ നമുക്ക് ഈ ഒരു ഫ്രൂട്ട് സലാഡ് എല്ലാവരും ഉണ്ടാക്കുന്ന കാര്യം തന്നെയല്ലേ. അപ്പം ഇനി കസ്റ്റേർഡ് ആക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടോ അതുപോലെ സെയിം ആണോ എന്നൊക്കെ എന്നുള്ളത്. അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.